ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ. ദക്ഷ പ്രജാപതിയുടെ കാലത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകളും ആചാരങ്ങളുമൊക്കെ ഏറെ വ്യത്യസ്തതയുള്ളതാണ്. ഒരു മഹാസമുദ്രത്തോളം ആഴവും പരപ്പും വ്യാപ്തിയുമൊക്കെ ഉണ്ട് ഇവിടുത്തെ ചടങ്ങുകൾക്ക്. ഇത് മുഴുവനായും മനസ്സിലാക്കുക എന്നത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഒട്ടും സാധ്യമല്ല. എന്നിരുന്നാലും ക്ഷേത്രത്തിലെ ചടങ്ങുകളുടെ പ്രത്യേകതകളെക്കുറിച്ച് ഇവിടുത്തെ പെരുവണ്ണാൻ സ്ഥാനികൻ അരുൺ പെരുവണ്ണാൻ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. 4 വീഡിയോ ആയിട്ടാണ് ഞാനിത് പബ്ലിഷ് ചെയ്യുന്നത്. എല്ലാ വീഡിയോയും മുടങ്ങാതെ എല്ലാവരും കാണുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. നമസ്കാരം, ഞാൻ അരുൺ പെരുവണ്ണാൻ, മണത്തനയാണ് സ്വദേശം. കൊട്ടിയൂർ അമ്പലത്തിലെ പെരുവണ്ണാൻ സ്ഥാനിയാണ്. ഇവിടെ കുറേ വർഷമായിട്ടുണ്ടാവാ? ഞാൻ പിന്നെ അച്ഛൻ്റെ കൂടെ, അച്ഛൻ്റെ കാലത്ത്, അപ്പോൾ അച്ഛൻ മരിച്ചിട്ട് പെട്ടുമല്ലേ, അച്ഛൻ്റെ കാലത്ത് അച്ഛൻ്റെ കൂടെ ചെറുതിലെ വരുന്നതാണല്ലേ. അപ്പോൾ അച്ഛനായിരുന്നു മുന്നേ സ്ഥാനികനായിട്ട് നിൽക്കുന്നത്, ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ പ്രക്കുഴം മുതൽ പ്രക്കുഴം എന്ന് പറഞ്ഞാൽ മെയ് 12 വർഷത്തിൽ മാറ്റം വരും. പ്രക്കുഴം എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഉത്സവത്തിൻ്റെ ഫസ്റ്റ് ചടങ്ങാണ് പ്രക്കുഴം. അപ്പോൾ ആ പ്രക്കുഴം മുതൽ പിന്നെ പ്രക്കുഴത്തിന് നമുക്ക് ചടങ്ങുണ്ട്. അതായത് പിന്നെ കുട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി കൊടുക്കും, മാറ്റി കൊടുക്കും. അപ്പോൾ അത് തന്നെ ഇക്കരെ കൊട്ടിയൂർ, അപ്പുറത്ത് ഇത് അക്കരെ കൊട്ടിയൂർ, 2 രീതിയിലാണല്ലോ. അക്കരെ അമ്പലത്തിൻ്റെ ആയിലാറാവ്, അതായത് കിഴക്കോട്ട് ആയിലാറാവ് നമ്മൾ കയറി ചെല്ലുമ്പോൾ അടുത്ത വശത്ത് ആ കാവിനെ അഭിമുഖീകരിച്ചുകൊണ്ട് 7 ഇലയിൽ നിവേദ്യങ്ങൾ വെക്കും, കാര്യത്ത് കൈക്കോളം. അപ്പോൾ അത് 7 ഇലക്കാരൻ്റെ ഒരാൾ വിളിച്ച് പറയും, ഇതെടുക്കണ്ടേ, കന്നിയർകുടി ചടങ്ങിൻ്റെ സമയമാകുമ്പോൾ. അപ്പോൾ നമ്മൾ 7 സ്ഥാനികന്മാർ, അതായത് ഒറ്റപ്പലാൻ, പുറങ്കലയൻ, ആശാരി, പെരുവണ്ണാൻ, കൊല്ലൻ, കണിശ സമുദായത്തിലെ കൊട, പിന്നെ കാടംകുറിച്ച്, അങ്ങനെ 7 ആളാണ് അതിൻ്റെ സ്ഥാനികന്മാർ. അതെടുത്തിട്ട് നമ്മൾ മന്നഞ്ചേരി ചന്ദ്രേര മാവ് എന്ന് പറഞ്ഞ മാവിൻ്റെ അടുക്ക് വരണം. അവിടെ വന്നുകൊണ്ട് ഈ 7 ആളും ഒരുമിച്ച് ആ മാവിൻ്റെ ചോട്ടിലിരുന്നു കൊണ്ട് ഈ അതിലുള്ള നിവേദ്യം വെച്ചാൽ വെല്ലം, പഴം, തേങ്ങ, ഇങ്ങനെ 3 സാധനം ഉണ്ടാവും. അത് പൊട്ടിച്ച് എല്ലാം, അതായത് ഒരു സ്ഥാനികന് 2 ആളുണ്ടാവും. ഇപ്പോൾ ഒറ്റപ്പലാൻ്റെ വയ്യന്ത്രം എന്ന് പറയും, അങ്ങനെ പറയും. അപ്പോൾ പെരുവണ്ണാൻ്റെ വയ്യന്ത്രൻ, പുറങ്കല, ഇവരുടെ പുറങ്കല സ്ഥാനികനാണ്. അപ്പോൾ പുറങ്കലിൻ്റെ വയ്യന്ത്രൻ, ആശാരിൻ്റെ വയ്യന്ത്രൻ, അങ്ങനെ ഈ 2 ആളുണ്ടാവും അതിൻ്റെ ചടങ്ങ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നിവേദ്യം വെച്ചിട്ട് നമ്മളൊരു പ്രാർത്ഥനയുണ്ടാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഒറ്റപ്പലാന് കൊടുക്കും, പിന്നെ ഒറ്റപ്പലാൻ്റെ വയ്യന്തരം, അങ്ങനെ പേര് ചൊല്ലിക്കൊണ്ട് അപ്പുറം ഇപ്പുറം കൊടുത്തുകൊണ്ട് പ്രക്കുഴത്തിൻ്റെ ചടങ്ങ് അവിടെ നിന്ന് നമ്മൾ ചെയ്യേണ്ട ചടങ്ങ് അവിടെ കഴിഞ്ഞ് പിന്നീട് രാത്രി പൂജയാണ്. അക്കരെ അമ്പലത്തിൽ ആയിലാർകാവിൽ പൂജ, അത് രാത്രിയിൽ ആ പൂജകൾ. അതിനോട് ശേഷം പിന്നീട് വരുന്നത് പിന്നെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നീര് നനക്കലാണ്. പെരുമാക്ക് നീരെഴുന്നള്ളത്ത് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ അവിടെ 7 നാക്കലയിൽ നിവേദ്യം ആയിലാറാവിൻ്റെ മുന്നിൽ തന്നെ. അത് നമ്മൾ ഈ 7 പേരും എടുത്തുകൊണ്ട് ഇവിടെ തന്നെ വരണം. ഈ ചന്ദ്രമാവിൻ്റെ ചോട്ടിലേക്ക് വന്ന് അവിടെ ഇരിക്കും. അന്നത്തെ അതേ ചടങ്ങാണ് നമ്മൾ വീണ്ടും ആവർത്തിക്കും. പ്രാർത്ഥന ചെയ്ത് പരസ്പരം അങ്ങോട്ടും കൊടുത്ത് അന്നേരം അക്കരെ അമ്പലത്തിലെ ഇക്കരെ കൊട്ടിയൂരെ സമുദായി, പിന്നെ അതിൻ്റെ സ്ഥാനികന്മാർ, അതായത് ഊരാളന്മാർ, ബാക്കി തന്ത്രി എല്ലാം കണക്കപ്പുള്ള ഇവരെല്ലാം കൂടി കുത്തോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അടിയന്തരവും കഴിഞ്ഞ് അവരിങ്ങോട്ട് വരും. അവർ വരുന്നവരെ നമ്മളിവിടെ കാത്തു നിന്ന് അക്കരെ ഈ പുഴേൻ്റെ കിഴക്ക് ഭാഗത്തിൻ്റെ പുഴേൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നുകൊണ്ട് അന്നേരം ഈ ഇക്കരെ സൈഡിലേക്ക് ഈ 4 ആൾ, അതായത് ഒറ്റപ്പലാനും പുറങ്കലയിനും ആശാരിയും പെരുവണ്ണും, നമ്മൾ 4 ആൾ ഇക്കരെ വരും. ഇക്കരെ വന്നുകൊണ്ട് ഇവർ 3 ആൾ, അതായത് ഒറ്റപ്പലാനും പുറങ്കലയിനും ആശാരിയും 3 ആൾ വെള്ളത്തിലിറങ്ങി നിൽക്കും ഇക്കരെയാണ്. അന്നേരം അക്കരക്ക് നിന്ന് വിളിച്ച് ചോദിക്കും, ഇങ്ങനെ പെരുമാക്ക് നീര് നനക്കാന്നില്ല. ഇതിൽ 7 കാറിൻ്റെ ഒരു സ്ഥാനികൻ അവിടെ നിന്ന് സമുദായൻ്റെ സമക്ഷത്തിൽ വെച്ചുകൊണ്ട് വിളിച്ച് ചോദിക്കും, പെരുമാക്ക് നീര് നനക്കാം, ഒറ്റപ്പലാൻ പണിക്കരെ പെരുമാക്ക് നീര് നനക്കാന്നില്ല, ഒറ്റപ്പലാൻ പണിക്കരെ പെരുമാക്ക് നീര് നനക്കാന്നുള്ള രീതിയിൽ അവിടെ നിന്ന് സംസാരിക്കും, വിളിച്ച് പറയും 3 പ്രാവശ്യം. അപ്പോൾ ഇവിടെ നിന്നാന്ന് പറയും. അന്നേരം ഇവർ 3 ആളും പുഴയിൽ പോയി മുങ്ങും. ആ സമയത്ത് പുറങ്ങളേന്ന് നമ്മൾ മാറ്റി കൊടുക്കും. അപ്പോൾ ആ മാറ്റി കൊടുത്തുകൊണ്ട് പുറങ്ങളെ പുഴയിൽ പോയി കുളിച്ച് 3 ആളും മുങ്ങിയിട്ട്
പ്രത്യേകതരം ഒരു വഴിയുണ്ട് ഇതിൽ, ഒരു കാട്ടുവഴി. സാധാരണ ആരും വരാത്ത ആരും വരാത്ത വഴിയിലൂടെ അവർ 3 ആളും വരും. തറയിലേക്ക് വന്ന് പുറങ്കരയനും ഒറ്റപ്പുരാനും ആശാരി 3 ആളും വന്ന് തറയിൽ കയറി നിൽക്കും. തറയിൽ കയറി ഇവർ ആദ്യം ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് നീരെടുക്കും. അന്നേരം ഇവരെ കയ്യിലും ഉണ്ടാവും ഈ ജലം. പുറകിലേനെ ഇരിക്കണ്ടോ ഒറ്റപ്പുരാൻ ഇരിക്കണ്ടോ, ഇവർ കൊണ്ടുപോയി അവിടെ ഈ സ്ഥലത്ത് ഭഗവാന്റെ സ്വയംഭൂല ആദ്യം തളിക്കുക. അതിനുശേഷം ഇവർ 3 ആൾ പ്രാർത്ഥിച്ച് മാറി അവിടെ നിൽക്കും. അവിടെ നിൽക്കും തറയിൽ തന്നെ. അന്നേരം അക്കരയിലെ ഈ സമുദായവും പടിഞ്ഞിറ്റ വരില്ല, ഇല്ലില്ല, അതിനുശേഷം വരുവാ പടിഞ്ഞിറ്റ. ബാക്കി അതിൻ്റെ സ്ഥാനികന്മാരായവർ ഇതേ വഴി തന്നെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു കാട്ടുവഴി, ആ വഴിയിലൂടെ ഇവരിങ്ങോട്ടേക്ക് വരും. പടിഞ്ഞിറ്റും സമുദായം ഇവരൊക്കെ വന്ന് പടിഞ്ഞിട്ട് അഭിഷേകം ചെയ്യും. ആ അഭിഷേകം ചെയ്ത് അന്നേരം അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ദിവസം അഷ്ടബന്ധത്തിൻ്റെ പ്രസാദം പോലെ ആ സ്ഥാനികൾ തരും. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു. അത് അവർക്കെല്ലാം കൊടുത്തതിന് ശേഷം അന്നത്തെ ആ ചടങ്ങട കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വൈകുന്നേരം വീണ്ടും അതേ പൂജ, അയിലാർകാവിൽ പൂജയുണ്ട്. ആ പൂജയോടുകൂടി ഈ ചടങ്ങിൻ്റെ അതന്ന് തീർന്നു. പിന്നെ വരുന്നത് നെയ്യാട്ടം. പിന്നീട് നെയ്യാട്ടം. നെയ്യാട്ടത്തിന് അതുവരെ ഇവിടെ പണിയെടുക്കുന്നുണ്ടാവും. വൈകുന്നേരം ഇതിൻ്റെ കെട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ വൃത്തിയാക്കും. ഒരു 5-5:30, 6 മണിയാകുമ്പോൾ ഈ കഴകത്തിൽ എല്ലാവരും പുറത്തേക്ക് കൊണ്ടുപോകും. അതായത് ഈ പാലാമൃതിൻ്റെ ആളുണ്ട്, അവരുണ്ടാവും. അന്ന് പാലാമൃതം എടുക്കുന്ന സ്ഥാനികന്മാരുണ്ട്, അവരുണ്ടാവും. ബാക്കി നമ്മൾ ഇവിടെ ഉണ്ടാവും. ഇവിടെ ആശാരി ഒറ്റപ്പലാൻ, പുറങ്കലം, പെരുവണ്ണ, ആശാരി, നമ്മൾ 4 ആൾ ഇവിടെ ഉണ്ടാവും ആ സമയത്ത്. ബാക്കി എല്ലാവരും പോകും. അന്നേരം നമുക്ക് ഇവിടെ ഒരു ചടങ്ങുണ്ട് ആ സമയത്ത്. അത് എല്ലാം രഹസ്യമായിട്ടുള്ള സംഭവമാണ് നടത്തിയത്. അപ്പോൾ അത് വൈകുന്നേരം സന്ധ്യയാവും, രാത്രിയാവും. അതിനുശേഷം പിന്നെ ആരും വിളിച്ചു ചോദിക്കും, വരും ആരെങ്കിലും ഉണ്ടോ. എല്ലായിടേക്കും പോയി നോക്കി എല്ലാവരും ഇവിടുന്ന് കഴകത്തുനിന്ന് കടത്തി വരും. ആരും ഉണ്ടാവും.